ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമുക്കിന്നൊരു മീൻ കറി വെച്ചാലോ? ഞാൻ ദാണ്ട് ഒരു മുഷിയാണ് കറി വെക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പിട്ട വെള്ളത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു 2-3 പച്ചമുളകും കൂടെ നെടുക്കി കീറി വെച്ചിട്ടുണ്ട്. കടുക് വറുക്കാൻ ആവശ്യത്തിന് കുറച്ച് കടുകും അല്പം ഉലുവയും കൂടി നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുകും ഉലുവയൊക്കെ പൊട്ടിച്ച് നമുക്ക് പച്ചമുളകും ചേർത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം പൊടികൾ ചേർക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആ ഒരു പച്ച ചുവ നമ്മുടെ മീൻകറിക്ക് ഉണ്ടാവും. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇപ്പോഴും നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് ഇളക്കണം, കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ നിറമൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരും അപ്പോഴത്തേക്കും. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ഇളം ചൂടുള്ള വെള്ളം കുറച്ച് ചെറുതാക്കി ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ എന്ത് കറി വെച്ചാലും വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു ചെറിയ ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എപ്പോഴും കറി ഉപ്പിട്ട് തിളപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി ഉണ്ടാകുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ പറയണേ. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ പ്രത്യേകിച്ച് ഈ മുഷി മീൻ അധികം വേവില്ലാത്തതുകൊണ്ട് ഞാനിപ്പം മീൻ താണ്ട ഉപ്പും പുളിയും കൂടി ഇട്ട് വെച്ചേക്കുമായിരുന്നേ. അതിൽ നിന്ന് ആ പുളിയെല്ലാം എടുത്ത് കഴുകി ഞാൻ തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മുഷി മീൻ അധികം വേവില്ലാത്തതുകൊണ്ട് ഇത് ഒത്തിരി നേരം കിടന്ന് തിളച്ചങ്ങ് ഇതാവേണ്ട കാര്യമില്ല. അപ്പോൾ കറിക്ക് ആ ചാറിന് പുളി പിടിക്കണമെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ പുളി ഇട്ട് കൊടുക്കണം. അതിന് ശേഷം മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് നേരം ഇരുന്ന് തിളച്ച് വെന്ത് പോയാൽ ഇതിൻ്റെ മാംസമൊക്കെ അടർന്നു പോകും, കാരണം ഇതിനധികം വേവില്ല. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ. കറിവേപ്പിലയാണല്ലോ നമ്മുടെ കറിയുടെ ടേസ്റ്റ്. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോഴത്തേക്കും കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മീനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, മീൻ കറി വന്നപ്പോഴത്തേക്കും കറണ്ട് പോയി. പിന്നെ ഇരട്ടത്തിരുന്നാണ് ചോറൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ബൈ, വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.